എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇങ്ങോട്ട് നിൽക്കലേ, ഇവിടെ കൺജസ്റ്റഡ് ആയതുകൊണ്ടാണ് സ്ഥലമില്ല ഗൈസ്. നമ്മളൊരു വലിയ അടുക്കളായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഈ വീഡിയോ ഇന്നും നാളത്തേക്കുള്ള വീഡിയോ ആണ്. അതായത് ഈ വീഡിയോയില് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് ഡോക്ടറായി മാറിയ ഷിങ്കുവിന് ഞങ്ങളെ വക ഒരു കേക്ക് കാണിച്ചു തരാം. അതിനുശേഷം ഈ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ഒരാള് യാത്ര പറഞ്ഞു പോവുകയാണ്. അതാരാണ് ഇപ്പൊ കാണിച്ചു തരാം. തരൂ. ഇല്ല, ഒരാള് അളിയൻ തിരിച്ച് ദുബായിലോട്ട് പോവാണ്. എന്താ അളിയ കാരണം? അത് കമ്പനി റിന്യൂവൽ കാരണം എന്റെ വിസ റിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സോ എന്റെ വിസ എക്സ്പയർ ആവണതിന് ഒരു ദിവസം മുമ്പ് ഞാൻ പോകും. 3-ാം തീയതി എക്സ്പയർ ആവും, 2-ാം തീയതി പോകും. അപ്പം നാളെ അളിയൻ ഡേറ്റ് പറയണോ? അത് കുഴപ്പമില്ല. അപ്പൊ നാളെ അളിയൻ പോകും. അതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്. അളിയൻ നാളെ പോണ്. നല്ല വിഷമമുണ്ട് അല്ലേ? മുഖത്തില്ല, പക്ഷെ ഉള്ളിലായിരിക്കും അല്ലേ? ഒട്ടും വിഷമില്ലായിട്ട് ഇന്നലെ വന്ന ഐഷനെ അവള് ഞാൻ 10 പ്രാവശ്യം ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോ വിളിച്ചിട്ട് വന്നില്ല. എന്നിട്ട് ഐഷനെ കുത്തി കമ്പനി കേട്ട് ഐഷനെ കൊണ്ട് ഇന്നലെ ടിക്കറ്റ് എടുപ്പിച്ചു സെന്റ് പീറ്റേഴ്സ്ബർഗിൽ. അടിപൊളി അടിപൊളി. വിഷമം ഇല്ല, ഞാൻ പറഞ്ഞേ വേണ്ട, ഒരു റഷ്യക്കാരനെ നമുക്ക് സെറ്റ് ആക്കാം. അളിയൻ എന്ത് പറയുന്നു? അളിയൻ വേണമെങ്കിൽ ഇവിടുന്ന് റഷ്യക്കാരി കൊണ്ടുപോയിക്കോ. എല്ലാവർക്കും കപ്പിളുണ്ട്. എനിക്ക് നിങ്ങുണ്ട്, ഉമ്മാക്ക് വാപ്പുണ്ട്, ഇതിലേറ്റവും ഫാൻസ് ആർക്ക് അറിയോ? വാപ്പാക്ക്. അറിയോ? റഷ്യയിലെത്തി കഴിഞ്ഞാൽ ഞാൻ ഒറ്റ കിടക്കുന്നു. ഇവിടെ ആണെന്നില്ലെങ്കിൽ പീറ്റേഴ്സ്ബർഗിലെത്തി ഒറ്റ കിടക്കുന്നു. എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? അതല്ല അളിയെ പിടിക്കൂ. വാപ്പാനെ ഞങ്ങൾ ഒറ്റക്ക് വിടാത്ത എന്താന്ന് വെച്ചാൽ, വാപ്പ ഇവിടുന്ന് പുറത്തു പോയാൽ സാമ്പത്തിക മന്യം കൂടുകയാണ്. ഒരു പോക്കിന് 2000 രൂപ ചെലവാക്കിയിട്ടില്ല. അടുത്ത പോക്കിന് വാപ്പ ഒരു ചെറിയുണ്ട്. വാപ്പ എന്ത് ചെയ്യും? ഇവിടുത്തെ 5 അവിടെ ഒന്നും പോകത്തില്ല. അവിടെ ഫിക്സഡ് പ്രൈസ് അല്ലേ. വാപ്പ എന്ത് ചെയ്യും? ഇവിടെ ലോക്കൽ മാർക്കറ്റ് ഉണ്ട്. ഓര് ചെന്ന് വാപ്പാനെ പറ്റിക്കും. അപ്പൊ എന്താണ്, ഇവിടുത്തെ അസർബൈജാനിൽ പുതിയ ഷോപ്പ് തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. 400 രൂപ ചെറിക്ക് വാപ്പ 1000 കിലോ കൊടുത്തിട്ട് ചെറി വാങ്ങിക്കൊണ്ട് 1000 രൂപ 1 കിലോന്. 1 കിലോ 1000 രൂപ. ഓക്കെ, വേറെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ തരും. സോ ഗൈസ്, ഇന്ന് ഈ വീട്ടിൽ നിന്ന് 2 പേര് യാത്ര പറഞ്ഞു പോവാണ്. ഒന്ന് ഉമ്മയും ഒന്ന് അനുവും. അതായത് ഞങ്ങൾ നാളെ സെന്റ് പീറ്റേഴ്സ്ബർഗിലോട്ട് പോവാണ്. ഞാന്, ഷിങ്കു, വാപ്പ, ഞങ്ങൾ 3 പേരും. പിന്നെ ഞങ്ങളെ കൂടെ ആരും ഉണ്ടാവും? അതിഥി ഉണ്ടാവും, ആയിഷ ഉണ്ടാവും. ഓക്കെ, അജ്ഞാത പെൺകുട്ടി ഉണ്ടാവും. ഞങ്ങളെല്ലാരും ഫ്ലൈറ്റിനാ പോണത്. അനുവും ഉമ്മയും അളിയനും ആദ്യം ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്ത് ഇവര് 3 പേരും സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ട്രെയിനിൽ ഇന്ന് തന്നെ പോകും. ഇനി 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കയറ്റി വിടും. അതിന്റെ ഇടക്കാണ് അളിയൻ പണി പറ്റിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞ് വിസ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അളിയൻ നാളെ തിരിച്ചു പോകും. സ്ക്യൂട്ടായി. നാളെ ഞങ്ങൾ ഒരുമിച്ച് എയർപോർട്ടിൽ പോകും. അളിയൻ മോസ്കോയിലോട്ട് പോകും, ഞങ്ങൾ സെന്റ് പീറ്റേഴ്സ്ബർഗ് പോകും. അളിയൻ അവിടുന്ന് ദുബായിലോട്ട് പോകും. സോ ഇനി അടുത്ത പരിപാടി. ഇതൊക്കെ മനസ്സിലായില്ല എല്ലാവർക്കും? കഥ ആയിക്കോട്ടെ. നീയാ തുറക്കണ്ടേ? ഞങ്ങൾ തുറന്നിരുന്നോ? നീയാ തുറക്കണ്ടേ? വേണ്ട വേണ്ട. ഉമ്മ ഈ വീഡിയോ കാണാനല്ലേ? ഉമ്മ, ഞാൻ നാട്ടിൽ വരുമ്പോഴേക്ക് എനിക്ക് വെൽക്കം ഹോം റെഡി ആക്കണേ. അമ്പലമാന ആര് കൊല്ലത്തിട്ട് വരിക? അവിടെ ബോർഡ് മാറ്റി, ഫ്ലെക്സ് അടിക്കണോ? പേര് മാറ്റി, സോഡാസ് ഹൗസ് മാറ്റി, ഡോക്ടർ ഷിങ്കു ഹൗസ് അല്ല, പാത്ത ബോർഡ് അടുപ്പിച്ച് ഡോക്ടർ സിൻഷിത FMG പാസ്സായിട്ടാണ്. സോഡ ക്ലിനിക്ക്. നല്ല ക്ലിനിക്കിന്റെ പേര് പറ്റിയ പേര്, സോഡാസ് ക്ലിനിക്ക്. എന്ത് ഇത് 100 ഗ്രാമാ? ഓർഡർ ചെയ്ത കേക്ക് ചെറുതായി പോയി. ഇത് 1 കിലോ ഉണ്ട്. 1 കിലോ സബ്സ്ക്രൈബർ ഇത് 1 കിലോ അല്ല, ഇത് 1/2 കിലോ പോലും ഇല്ല. 50 ഗ്രാം. കൺഗ്രാറ്റുലേഷൻ. ലേഷൻ ഇല്ല, കൺഗ്രാറ്റ്സ് എന്നുള്ളൂ. ഡിയർ ഷിൻഷിത, ഡോക്ടർ ഷിൻഷിത. എന്റെ ഡിയർ അല്ല, ഡോക്ടർ. ഞാൻ എന്റെ ഡിയർ ആണല്ലോ. ഡോക്ടർ ഷിൻഷിത ഹാപ്പിലി
ഗ്രാജുവേറ്റഡ് മൈ ലവ് അച്ചിനോ. പിന്നെ കൊറേ കെട്ടും. ഇതെന്താ മനസ്സിലായോ? ഇതൊന്നും തിന്നാൻ പറ്റില്ലേ? എഡിബിളല്ല. ഇത് റിബൺ അല്ലത്, ഇത് മറ്റേ കൂട്ടൂലേ? ആ മറ്റേ ഓപ്പറേഷൻ സ്റ്റിച്ച്. ഒരു മിനിറ്റ്, ഞങ്ങൾ കയ്യൊക്കെ അടിക്കണ്ടേ? അവിടെ നിന്നാണോ? ഹാപ്പി ബർത്ത്ഡേ എന്താ പറയാ? ഒന്നും പറയണ്ട. കൺഗ്രാജുലേഷൻ. കൺഗ്രാജുലേഷൻസ്. Oh my God. കൺഗ്രാജുലേഷൻ എന്റെ മകൾക്ക്. കൺഗ്രാജുലേഷൻ എന്റെ തിന്ന്. മകൾക്ക്. ഇത് തിന്നാൻ പറ്റിട്ടാണോ? അല്ലല്ല, എഡിബിളല്ല. കേട്ടെ കേട്ടെ. ആദ്യം യാസിൻ കൊടുക്കും. അല്ലല്ല, വാപ്പ കൊടുക്കും. യാസിൻ മതി. ഇല്ലല്ല, വാപ്പ. സുഗർ എന്ത് കൊള്ളാം. ഉമ്മ കൊടുക്കും. യാസിൻ ഇല്ലല്ല, ഞാൻ പിന്നെ വന്ന ആളാണ്. അല്ലല്ല കൊടുക്ക. ഇല്ലില്ല. ശരി ഞാൻ കഴിക്കട്ടെ. എല്ലാ നമ്മളല്ലേ ശിങ്കുന് കൊടുക്കണ്ട ആദ്യം. ഞാൻ കൊടുക്കട്ടെ. ആ, അവളല്ലേ ജയിച്ചത്. വേണ്ട വേണ്ട ഒരു സെക്കൻഡ്. ഇല്ല 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 ഞാൻ കഴിച്ചോ. അവളൊറ്റക്ക് എടുത്ത് കഴിച്ചോണ്ടെന്ന്. സുന്ദരനും സുകുമനുമായ എന്റെ ഇക്കാക കൊടുക്കണം. അപ്പൊ അനു അനു സുന്ദരിയും സുകുമിയുമായ സുറുമി. ചീസ് കേക്ക്. തിരിഞ്ഞിക്ക് തിരിഞ്ഞിക്ക്. തിരിഞ്ഞു കിട്ടിയില്ല. ആ കിട്ടിയില്ല. ഞങ്ങൾ ഈ പരിപാടി ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഗ്രാൻഡ് ആയിട്ട് ബലൂണൊക്കെ മേടിച്ച്. ഇത് കൊള്ളൂല, കത്തെടുക്ക് വെട്ട. ഇവിടെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരു ബലൂൺ വാങ്ങാൻ കത്തെടുത്ത വാങ്ങിയ ബലൂണ് 45 രൂപയാണ് ഒരു ബലൂണിന് റേറ്റ്. അതാണെങ്കിൽ ഓട്ടം. നാട്ടിക്ക് പോയിട്ട് ബലൂണ് മേടിച്ചിട്ട് വരാനുള്ള പൈസ ഉണ്ട്. 100 ബലൂൺ വാങ്ങി. ആര് പറഞ്ഞേ? എന്നോട് പറയണ്ടേ, ഞാൻ ഓർഡർ ചെയ്തല്ലോ. ഞാനും ആഴ്ചയും പോയിട്ട് ബലൂൺ വാങ്ങി ഇന്നലെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചീസ് കേക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ടേസ്റ്റ് ഉള്ള നമ്മളെ കിട്ടുന്നുണ്ട്. എന്നാ പിടിച്ചേ. ദുബായിനെ ആദ്യമായിട്ട് തള്ളി പറഞ്ഞിരിക്കുന്നത് അയ്യോ ദേ ഉമ്മ വിളിച്ചെന്നാലും അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉമ്മ കൊടുക്ക്. എന്നാ എടുത്തോ. പിടുക്കെടുക്ക്, നിങ്ങൾ പോവാ. എനിക്ക് ചെറുത്ത് മതി. എനിക്ക് ഇത്ര ഒന്നും വേണ്ട. ഇതെന്നാ ഇത് എടുത്തോ. ഇതേ പോയി പോട്ടെ. അളിയനുണ്ടേ? ആ ഞാൻ ഓഫ് ചെയ്യട്ടെ. എല്ലാം റെഡിയാണ്. ലഗേജ് മൊത്തം ട്രെയിനിലാണ് പോണത് കേട്ടോ. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. വണ്ടി ഇപ്പോൾ വരും, നമ്മൾ അതിൽ കയറിപ്പോവും. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ബാക്കിയുള്ളവർ വേറൊരു ടാക്സിയിൽ പോയി. ഇതാ നമ്മളിതാ ടാക്സി വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ. വിളിച്ചു നോക്കി, നമ്പർ ഉണ്ടല്ലോ ഇപ്പോൾ, സിം എടുത്തിട്ടുണ്ടല്ലോ. അവിടെയാണ് ട്രെയിൻ കയറേണ്ട സ്ഥലം, മേലെ. 1 മണിക്കൂർ ടൈമുണ്ട്. നോക്കട്ടെ അവരെവിടെ നോക്കട്ടെ, അതിനനുസരിച്ച് പ്ലാൻ സെറ്റ് ചെയ്യാം. സോ നമ്മളെ പിള്ളേരൊക്കെ ഇതാ വന്ന് അവിടെ നിൽപ്പുണ്ട്. ഫോട്ടോഗ്രാഫിയൊക്കെയാണ് പരിപാടി. ഇതാട്ടോ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ. ഇതായിരിക്കണം നമ്മളെ ട്രെയിൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്നത് ഇങ്ങോട്ടാണല്ലോ പോകേണ്ടത്. ഇങ്ങോട്ടാണ്, പക്ഷെ അതിൻ്റെ തലയുള്ളത്. വേറെ ട്രെയിനൊന്നും കാണില്ല. അപ്പോൾ തന്നെ ആയിരിക്കും. രാത്രി 8:10 ടൈം. എമ്മാര് വിളിച്ചാന്ന് നോക്കി. വാപ്പൊക്കെ തണുപ്പൊന്നുമില്ല തോന്നുന്നു. നൈസ്. എന്തായാലും അടിപൊളി. ഇതന്നെ ഒച്ചപ്പാടും വെള്ളമൊക്കെ ഉണ്ടാക്കണ്ട. അപ്പോൾ ആ ട്രെയിൻ തന്നെ വെച്ച്. ശിങ്കുവിൻ്റെ ഒക്കെ ബീസ്റ്റ് മൂഡ് 1, 2 നോക്ക്. എല്ലാവരും വൻ ഇതിലാണ്. ഉമ്മാക്ക് നാളെ ചീത്ത തലേ കാണിച്ചെന്നുകൊണ്ട് ലഗേജൊക്കെ നമ്മളോട് കൊണ്ടുവെത്തിട്ടു. വാപ്പാൻ്റെ സ്പെഷ്യൽ വ്ളോഗ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാപ്പ അതായത് റഷ്യൻ റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കുന്ന വ്ളോഗ്. ഒരു സൈഡ് തണുപ്പ്, ഒരു സൈഡ് നൊസ്റ്റാൾജിയ. മതി വാപ്പ. സോ ഗൈസ്, അളിയനും പെങ്ങളും ഭയങ്കര വിഷമത്തിലാണ്.
ഏതാ അഭിനയം എന്റെ പൊന്നു. ഞാൻ അഭിനയിക്കാൻ പറഞ്ഞ ഒരു ട്രെയിൻ വരുന്നുണ്ട്. എല്ലാരും സെറ്റ്. ആയിഷ വന്നിട്ടുണ്ട്. IPS ഓഫീസർ വെഹിക്കിൾ ഉണ്ട്. എവിടെ പോയി? അംബു സൽമാൻ റൊമാൻസ് അളിയ. എനിക്ക് തന്നെ വിഷമം കണ്ടിട്ട്. എന്താ ചെയ്യ കൈസ്. ഇവിടെ ഉണ്ടായിരുന്ന ട്രെയിൻ പോയിട്ടോ. അപ്പൊ അതല്ല കണ്ടോ, അവിടെ രണ്ടെണ്ണം, ഒരെണ്ണം ഇങ്ങോട്ട് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കണം ഇവരെ ട്രെയിൻ എന്നുള്ളതാണ്. സ്റ്റേഷനിൽ ഫുൾ ആൾക്കാരാണ്. ഇവിടുന്ന് ഒരുപാട് ഇന്ത്യൻ കുട്ടികൾ ഇന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ എന്തോ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ട്രെയിൻ വരും, നിങ്ങളെല്ലാരും കേറിക്കോളിന്നായിരിക്കും. ഇതാ നമ്മളെ ട്രെയിൻ വരുന്നു. ബോഗി 3 ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. ഏറെക്കുറെ ഇവിടെ തന്നെ ആയിരിക്കും നിർത്തുക. ചുമപ്പ് കളർ കേട്ടോ, രസമല്ലേ? എന്തൊരു സ്ലോയാ, ഒന്ന് സ്പീഡിൽ വരൂ ട്രെയിന്. എന്തൊരു സ്ലോ, ഉരുട്ടിയാ വരുന്നത്. എല്ലാരും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ ലൈറ്റ് ഒക്കെ ഇട്ട് വരുന്നുണ്ട്. ബോഗി നമ്പർ 3 പഠിച്ചോനെ, ലഗേജ് എല്ലാം ഇതിൽ കയറ്റണേ. ആ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഇപ്പൊ, വേറൊന്നും സീനില്ല. യെസ്, ഇതന്നെ, ഇതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ 009. പക്ഷെ ആ നമ്പറൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ബോഗി നമ്പർ 3. എമ്മാരും ഇല്ല എഞ്ചിനാ. ബോഗി 17. പെട്ട് ബോഗി അപ്പുറത്താ, ലാസ്റ്റാണ്. ഇവിടെ 17, ഇവിടെ 16, 3. അപ്പൊ നമ്മൾ അറ്റത്തോട്ട് നടക്കട്ടെ കേട്ടോ ഗൈസ്. സോ ഗൈസ്, ലഗേജ് ആയിട്ട് എല്ലാരും നടപ്പാണ്. കപ്പിൾസ് ഇവിടെ, അതാ അളിയന നടക്കട്ടെ എല്ലാരും. ഇതാട്ടോ ട്രെയിൻ നമ്പർ 9, ബോഗി നമ്പർ 3. എല്ലാരും സെറ്റ് ചെയ്യില്ല, 2 ആളെ പോവാള്ളൂ. കൂടി നിൽക്കുന്നുണ്ട് 10-15 പേര്. ഓക്കെ ഇതൊരു സീറ്റ് കേസ്. ഓക്കെ, പിന്നെ ഇതൊരെണ്ണം. 2 സീറ്റാണ് നമുക്കുള്ളത്. ലഗേജ് അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ വേസ്റ്റ് കളയാം. ഇവിടെ എല്ലാം റെഡിയാണ്. വേസ്റ്റ് വേറെ എവിടെയും ഇടരുത്. ഓക്കെ എന്താ സീനി? ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ അനു ഉമ്മ അവിടെ എത്തിയിട്ട് കാണാട്ടോ. ഓക്കെ, കരയണ്ടോ. 35 കുഞ്ഞു മുഹമ്മദ് ഉമ്മാട 35. താഴെ ഉമ്മാന്റെ ടിക്കറ്റ് അനു കാണിച്ചു കൊടുക്കണേ. എല്ലാം സെറ്റാണ്. സീറ്റ് റെഡി. നമ്മൾ പുറത്തിറങ്ങട്ടോ. സോ ഗൈസ്, 10 മിനിറ്റേ ഉള്ളൂ. ഓ റൊമാൻസ്. ശിങ്കുവിന് ഓർമ്മ ഉണ്ടോ ഞാൻ ഇവിടുന്ന് പോയത്? അന്ന് കരഞ്ഞ്. ഇന്നാണ് കരയോ? ഇന്ന് ഉണ്ട കരയൊന്നില്ലേ? പണ്ടായിരുന്നെങ്കിൽ ശിങ്കു കരഞ്ഞേനെ. ഇപ്പൊ ഒരു കൊല്ലായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ എന്തില്ലേ? ബൈ ബൈ.
അളിയ സങ്കടം ഉണ്ടോ? അളിയന് ഇപ്പൊ ഒരു സങ്കടം ഉണ്ട് അളിയന് മുഖത്ത്. അളി കപ്പിൾസ് കരയണെന്നൊക്കെ ശിങ്കു. എന്താ മുക്കിലിരിക്കേ? അതാ അസീമ. അസീമ ടാറ്റാ. അവിടെ എത്തിയാ പറയണേ. എവിടെ അനു? എവിടെ? ആ അനു ഇതാ ടാറ്റ കാണിക്കൂ. പാപ്പയും കരയേ? സന്തോഷായി. ഒരു ദിവസം നാളെ അവിടെ എത്തോ? നമ്മളെയാണ് കാണുന്നത് ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ. ഓക്കെ ബൈ ബൈ. ശിങ്കുന് വിഷമുണ്ടോ? എനിക്ക് ചെറിയ വിഷമുണ്ട്. എന്തിന്? എനിക്ക് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ട്. ഇക്കാകെ പോണ ഇവരിങ്ങനെ അവരെത്തുന്നവരെ ടെൻഷൻ. ഓക്കെ ഓക്കെ. എല്ലാവരും പോണ പോലെ എല്ലാവരും പോണ പോലെ. സോ ഗൈസ് അവര് പോവുകയാണ്. ചാച്ചാ ചാച്ചാ. ഉള്ളിൽ നിന്ന് എന്തോ കാണിക്കണ്ടേ. അങ്ങനെ അവര് പോയി. ചാച്ചാ. അങ്ങനെ അവര് യാത്ര പറഞ്ഞു പോയി. ഓയോ ഇതെന്തത്? ഓ ഇവര് നമ്മളങ്ങാട്ടി വീഡിയോഗ്രാഫിന്റെ ആൾക്കാരാ തോന്നണ. മറ്റൊരു ബൈ ബൈ. അളിയ കണ്ണെന്ന് വെള്ളം ഇല്ലല്ലേ? ഒരു ദിവസല്ലേ? ഒരു ദിവസല്ലേ? 8 ദിവസം അല്ലേ? ഇനി ഒരാഴ്ച. ഓക്കെ. അപ്പം അവര് നമ്മളോട് താൽക്കാലികമായിട്ട് ഒരു 10 മണിക്കൂർ അല്ല 24 മണിക്കൂറിന് യാത്ര പറഞ്ഞ് പോയിട്ടുണ്ട്. ഇനി നാളെ നമ്മൾ അവരെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് കാണാം. ട്രെയിൻ അതാ പോണു. നൈസ് ഗൈസ്. സിമ്മൊക്കെ എടുത്തെടുത്തോണ്ട് ഒരു സീനും ഇല്ല. എല്ലാരും പിന്നെ ഡീസൽ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിൻ. ഓക്കെ. ആ ട്രെയിൻ അതാ പോയി. ആ ഇങ്ങോട്ട് ആ ട്രെയിൻ കുറച്ചുകൂടി പുതിയതാ. പൊളി പൊളി പൊളി. അപ്പൊ ബൈ ബൈ. ടാറ്റ പറയും. ഓക്കെ ഗായ്സ്. അപ്പൊ ഞങ്ങള് തിരിച്ച് റൂമിലോട്ട് പോവാണ്. റൂം കംപ്ലീറ്റ് വൃത്തിയാക്കണം. യാസിന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ബോയ്സിനെ 3 ബോയ്സ്. ശിങ്കു ആണ് ഞങ്ങളെ കുടുംബിനി ഗൈസ്. കുടുംബിനി 3 ബോയ്സ് ഞാൻ ഇനി മേയിച്ചു. കൂടുതൽ ദൂരം പോണ്ട. മൈക്കില്ല. നാളെ നമ്മൾ ഒരു അജ്ഞാത പെൺകുട്ടി ഉണ്ട്. 6 കൊല്ലായിട്ട് സെന്റ് പീറ്റേഴ്സ്ബർഗ് കണ്ടില്ലാന്ന്. ഇത് ഞങ്ങളോട് അറിയാം. നല്ല റേറ്റ് വന്നിട്ടില്ല. ഭർത്താവ് വന്നപ്പോ എന്നെ വിളിക്കാം. നല്ലത് തോന്നി വിളിച്ചിട്ട് മഞ്ഞത്ത് മനുഷ്യന്മാര് പീറ്ററിൽ പോയി നല്ല ഡ്രസ് ഇട്ട് നടക്കും. നല്ല വൈബായിരിക്കും. അപ്പൊ രണ്ടും രണ്ട് രസമാണ്. നാളെ 6 കൊല്ലം പഠിച്ച ആൾക്കാരോട് നീ യാത്ര പറയാണ്. ഞാൻ തിരിച്ചു വരും. അപ്പൊ ബാക്കി നാളെ കണക്ക്. ബൈ ബൈ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗൈസ്. പിറ്റേ ദിവസമാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ. അവരൊക്കെ ഇന്നലെ ട്രെയിൻ കയറിപ്പോയി. നമ്മളിന്ന് എന്താ സെന്റ് പീറ്റേഴ്സ്ബർഗിലോട്ട് പോവാണ്. നമ്മളെ റൂമൊക്കെ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ റൂം. ഇതായിരുന്നു അളിയനും പെങ്ങളും. ഇവിടെ ആയിരുന്നു ബാപ്പയും അമ്മ. അപ്പൊ എന്നാ തണുപ്പ് ഇല്ലേ? റൂമൊക്കെ റെഡി. ഷിങ്കു അവസാനമായിട്ടൊന്ന് യൂണിവേഴ്സിറ്റി വരെ പോയതാണ്. അപ്പോൾ ഷിങ്കു 6 കൊല്ലം പഠിച്ചിട്ട് ഇന്ന് ഷിങ്കു അർക്കാങ്കിൾസിനോട് യാത്ര പറയുകയാണ്. ഇനി ഇങ്ങോട്ട് വരുത്ത് ഉണ്ടാവില്ല. ഭാവിയിലെങ്ങാനും വന്ന്. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ നമ്മളവിടെ വന്ന് ഇറങ്ങും. ഇറങ്ങിയിട്ട് ബാക്കിയുള്ള മൊത്തം കാണിച്ചു തരാം കേട്ടോ.
അപ്പം ഇന്നാളി ഞാൻ യാത്ര പറ്റുകയാണ്, പോകുമ്പോൾ കാണാം. നമ്മൾ യാത്ര പറയേണ്ട സമയമായിരിക്കുകയാണ്. ലഗേജൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ റൂമിലായിരുന്നു ഞങ്ങളുടെ താമസം. ഈ കാണുന്നത് ഞങ്ങളെല്ലാവരും എയർപോർട്ടിലോട്ട് പോവാ. എന്ത് പറയുന്നു ഷിങ്കു? ഞാൻ പോവാണ് അർഹാങ്കൽസ്കിന്ന്. അതെ, അല്ല ഞാൻ ഇവിടുന്ന് പോവാണ്. വന്നാ? ഇല്ല വന്നിട്ടില്ല. പറയൂ. 320 ടാക്സി നമ്പർ. എന്താ പറയാ, 6 കൊല്ലം പഠിച്ച സ്ഥലത്തുനിന്ന് പോകുമ്പോ ഇവിടുന്ന് പോവാണ്. പക്ഷെ എനിക്ക് വലിയ വിഷമില്ല, എന്നാൽ ഇച്ചിരി വിഷമുണ്ട്. ബിക്കോസ് നാട്ടിൽ പോവാണല്ലോ. ടോക്കിയോ ഉണ്ട്, ലൂയി ഉണ്ട്. അപ്പം പിന്നെന്താ ഇനി നാട്ടില് പരീക്ഷ FMG. ഇങ്ങോട്ട് ഇനി തിരിച്ചു വരണമെങ്കിൽ അവർക്ക് മെയിൽ അയച്ചാൽ മതി. തിരിച്ചുവരാം. അപ്പൊ തിരിച്ചുതരാം. ഓക്കെ. അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞ്, അതായത് ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇന്ന് ഒപ്പിട്ട് കിട്ടില്ല. ആദ്യത്തെ 2 കൊല്ലം ഇവിടെ വന്നാല് അവരേതെങ്കിലും വില്ലേജിലായിട്ടാ, അതാ പ്രശ്നം. വീടുണ്ടാവും, ശമ്പളമൊക്കെ ഉണ്ടാവും. വീട് അക്കോമഡേഷൻ ഒക്കെ ഫ്രീയാ വില്ലേജ്. ഹസ്ബൻഡിനുണ്ടാവോ? ആരൊക്കെ കൂടെ അവിടൊക്കെ ഉണ്ടാവും അക്കോമഡേഷൻ. വീട് ഇല്ലെങ്കിൽ ഞാൻ വെളിയിലും നമ്മ ഐലൻഡിൽ പോയില്ലേ, അതുപോലത്തെ വീട് വയ്ക്കും. പക്ഷെ പണി ഉണ്ടാവൂല. വല്ല വയസ്സന്മാര് വന്ന് പ്രഷർ വെക്കാന്, ഷുഗർ വെക്കാന്, അങ്ങനെയൊക്കെ ശമ്പളം. നല്ല വില്ലേജിൽ ആരും പോവൂല. നല്ല ശമ്പളം കൊടുത്ത് അതല്ലേ വീടൊക്കെ കൊടുക്കണം. ഇവിടെ ജോലി എത്ര കിട്ടും? 1-2 ലക്ഷം കിട്ടും. ഇവിടെ കുറച്ച്, ഇവിടെ 70, 30, 35 അങ്ങനെയൊക്കെ ഉള്ളു PG എടുക്കാം. പക്ഷെ അവിടെ വില്ലേജിൽ പോകുമ്പോ കൂട്ടും. കൊറേ സീനിയേഴ്സ് അവിടെ പണിയെടുക്കുന്നുണ്ട്. റൂമൊക്കെ ഫ്രീ വരും. റൂമൊക്കെ ഫ്രീ. ഫുഡോ? അമ്പൂനറിയാം, അമ്പു കറക്റ്റ് അറിയാം. റൂമ് ഫുഡ് കിട്ടോ? ഫുഡ് കിട്ടുമെന്ന് അറിയത്തില്ല. സങ്കല്പിക്കാം. ഫുഡ് ഇപ്പൊ അവരെത്തുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം ബൈ അർഹാങ്കൽസ്. ഞങ്ങള് ലഞ്ച് തട്ടാ ബർഗർ സെറ്റ് പോവാ. 2 പാത്രമായിട്ട് വാങ്ങിച്ചില്ല. പ്ലസ് 2 പാക്ക്. സോ നമ്മൾ ഇറങ്ങി. ഓക്കെ, നമ്മൾ പോവാണ് കേട്ടോ, എയർപോർട്ടിലോട്ട് പോവാണ്. നമ്മളങ്ങനെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോവാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഗൈസ്. ഇവിടുത്തെ കാലാവസ്ഥ മാറാൻ നല്ല വെയിലൊക്കെ വന്നിപ്പോൾ അടിപൊളി. അളിയൻ ഇവിടുന്ന് യാത്ര പറഞ്ഞു പോവാണ്. നമുക്ക് ഉള്ളിൽ നിന്ന് പറയാം. അപ്പൊ നമുക്ക് ഇനി ഉള്ളിൽ കയറി ഇരിക്കാം അല്ലേ? ഇല്ല, വെയിലോടാണോ ആർക്കെങ്കിലും? ഇനി എയർപോർട്ട് ലാസ്റ്റ് ടൈം ആട്ടോ എയർപോർട്ടിലോട്ട്. എന്റെ സ്ഥലം 6 കൊല്ലം. എന്റെ സ്ഥലത്ത് പോവാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഉമ്മാനെ കാണും, ഉപ്പച്ചിനെ കാണും, ടോക്കിയോനെ കാണും, പിന്നെ ബീവിനെ കാണും. പുതിയ ബീവി ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ബീവിന്റെ മോളെ കാണും. ബീവി നമ്മളെ വീട്ടില് പുതിയൊരു അതിഥി ഉണ്ട് ഇപ്പൊ. ബീവിനെ ഞാൻ കണ്ടിട്ടില്ല. അതല്ല, ബീവി പ്രസവിക്കുകയും ചെയ്തു. ശരിക്കുള്ള അതിഥി ഫ്രം നേപ്പാൾ. ഉമ്മ ഫോട്ടോ അയച്ചെന്ന്. അത് പിന്നെ അവിടെ തിരിയണം. നായ്ക്ക് പകരം വന്നല്ലേ. നമ്മളിതാ എയർപോർട്ടിന്റെ ഉൾവശം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ഇങ്ങോട്ട് വന്നപ്പോൾ മര്യാദക്ക് കാണിച്ചെന്നില്ല. ഈ വട്ടം നല്ല വൃത്തിയിൽ കാണിച്ചതാണ്. ആരും വന്നിട്ടൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലറ ചില്ലറ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മൾ ലഗേജൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ആയിഷ വരാണ്ട്, ആയിഷയെ കൂടി വരട്ടെ. സോ ഗൈസ്, നമ്മളെ ചെക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ഗുണ്ടുകുട്ടി, ആയിഷക്കുട്ടി, വാപ്പക്കുട്ടി, പിന്നെ യാസിൻകുട്ടി. നമ്മൾ ഇനി ചെക്കിങ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. സോ ഗൈസ്, നമ്മൾ പോവുകയാണ്. നമുക്ക് നമ്മളെ ബോർഡിങ് പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അളിയാ ബൈ കാണാം. എവിടെ എത്തിയിട്ട്? നാട്ടിൽ ദുബായ് അല്ലെങ്കിൽ നാട്ടിൽ കാണാം, എവിടെയെങ്കിലും വെച്ച് കാണാം. ശിങ്കു നീ പോര്, അലിയെ നോക്കിക്കോളെ. അലിയ ചെറിയ കുട്ടിയൊന്നല്ല. ശിങ്കുവിന്റെ പേടി എന്തൊക്കെ അറിയോ?
ബർഗർ ആരെങ്കിലും എടുത്തിട്ട് പോകും. അളിയനോട് എല്ലാവരും ടാറ്റ പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാ. അപ്പോൾ അളിയൻ തിരിച്ച് ദുബായിലോട്ട് പോവാം. അളിയനും അമ്പത് പറയ്, ഞാൻ പൈസ ഇട്ട് കൊടുക്കാം. അമ്പുവിനോട് ഞാൻ മെസ്സേജ് നമ്മൾ ഇതാ ഗേറ്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ 4 പേരും ഇവിടെ ഇരിപ്പാണ് കേട്ടോ. ഇനി 15 ഇനി ഒരു മണിക്കൂറിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ബോർഡിങ് ഇപ്പോൾ തുടങ്ങും 10-20 മിനിറ്റിനുള്ളിൽ. സോ ഗൈസ്, നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിതാ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം അളിയനില്ലാണ്ട് ഒരു യാത്ര പോവാണ് ഞങ്ങൾ. ആദ്യമായിട്ടാണ് ഈ യാത്രയിൽ അളിയനെ പിരിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പം അളിയ, നമുക്ക് ഇനി ദുബായിൽ വെച്ച് കാണാം, അല്ലെങ്കിൽ നാട്ടിൽ വെച്ച് കാണാം. ഞങ്ങള് എന്റെ അയച്ചുമാനൊക്കെ അർഹാങ്കൽസ്കത്തെ ലാസ്റ്റ് ഫ്ലൈറ്റ് ആണ്. നിന്റെ ഞാൻ തിരിച്ചു വരും. കയറാൻ വേണ്ടി പോവാണ്. ശിങ്കുവാണ് ബ്ലോക്ക് ചെയ്തിട്ടാ സംസാരിക്കുന്നത്. നീ ബ്ലോക്ക് ചെയ്തിട്ട് സംസാരിക്കല്ലേ? ഞങ്ങൾ കുറെ നാളത്തേക്ക്, ഞങ്ങൾ പൊതുവെ ട്രെയിനാണ് കുറച്ച് നാളത്തേക്ക് ഇടുക്കില്. ഇപ്പോഴാണ് ഫ്ലൈറ്റ് അർഹാങ്കൽസ്കിന്ന് പോകുന്നത്. ശിങ്കു ഇത് അവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. ആയിഷ, ഇത് ശരിക്കും വാപ്പാന്റെ സീറ്റും ഇത് ആയിഷന്റെ സീറ്റും. ശിങ്കുവിന്റെ സീറ്റിൽ ആയിഷനെ ഇരുത്തി, എന്റെ സീറ്റിൽ വാപ്പാനെ. സാക്രിഫൈസ് ചെയ്തു വാപ്പ ആയിഷ. കപ്പിൾസ്. അത് ഞാൻ പറയട്ടെ, അതായത് ഈ ചെക്കിങ് ചെയ്യണ സമയത്ത് ഐഷയും വാപ്പയും ഒരുമിച്ച് എടുത്തു. ഐഷ സംസാരിച്ചിട്ട് വാപ്പയും ഐഷ ഒരുമിച്ചാണ് ചെക്കിങ് ചെയ്തത്. ഇനി മൂപ്പർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്നെ അവിടെ ചീത്ത പറയാൻ വന്നിട്ട് ഒരുമിച്ചാക്കിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പറഞ്ഞു കൊടുക്കുക എന്താ സംഭവം. അത്ര തന്നെ ഉള്ളൂ. എന്നാ പോവാ ഗൈസ്, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ. സോ ഗൈസ്, ഞങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വന്നിറങ്ങിയിട്ടുണ്ട്. എന്ത് പറയുന്നു കുണ്ടു? നല്ല ഉറക്കായിരുന്നു കേട്ടാ. ഇതാ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ മെട്രോ കയറിയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ബസ് കയറി മെട്രോയിലോട്ട് പോകണം, അവിടെ നിന്ന് അങ്ങോട്ട് പോകട്ടോ. രണ്ടാളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇത് കുറച്ചുകൂടി രസമുണ്ടല്ലേ? സോ ദാ നമ്മൾ പിന്നെ സോ ഗൈസ്, ദാ നമ്മൾ മെട്രോ കയറാൻ വേണ്ടി പോകട്ടോ. ഇപ്പൊ കയറും. കമോൺ. ദാ വാപ്പ ആദ്യമായിട്ട് മെട്രോ കയറിയല്ലേ? മെട്രോ കയറി പോലീസ് പിടിച്ചിട്ട് ഞങ്ങളെ വീണ്ടും പാസ്പോർട്ട് കാണിച്ച് നമ്മൾ പോകുന്നത്. അപ്പം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ നമ്മളിതാ മെട്രോ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും നടക്കുകയാണ്. മെട്രോയിൽ നിന്ന് നമ്മൾ ഒരു 10 മിനിറ്റ് നടത്തുന്നുണ്ട്, എന്നാലേ നമ്മൾ റൂമിലെത്തുള്ളൂ. ആ കാണുന്ന ബിൽഡിങ്ങുകളിലാണ് നമ്മൾ റൂം വരുന്നത്. സോ ലെറ്റ്സ് നടക്കലു. ഫുള്ള് കടകളായി. ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ എല്ലാം ഉണ്ട് ഇവിടെ. ഷവർമ, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ റൂം എടുത്ത സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. അത് നാളെ കാണിച്ചു തരാം അല്ലേ? റൂം നാളെ കാണിച്ചു കൊടുക്കാം. കാരണം ഇവിടെ എല്ലാം ഉണ്ട് ഗൈസ്. 99 എന്നാണോ 99? എന്ത് 99. എനിക്ക് എപ്പോഴും 99ഉം 89ഉം മാറിപ്പോ. ഓക്കെ, അപ്പം 99 റുപ്പീസിന് ഷവർമ, മാഗ്നറ്റ് എടുത്ത്, ലെന്ത് എടുത്ത്, എല്ലാം എടുത്ത്. ഫുള്ള് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. ഓക്കെ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മയും അനുവും ഇന്നലെ ട്രെയിൻ കയറിയില്ലേ, അവരിപ്പോൾ എത്തും. അപ്പം നമ്മൾ അവരെ കൂട്ടാൻ വേണ്ടി പോവാണ്. ടൈമില്ല, ബാക്കിയെല്ലാം അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ്, ഇവരെ കൂട്ടാൻ വന്ന് ഞങ്ങൾ മൊത്തം നേരം വൈകി. ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇവർ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. ഇതാ അനു എത്തിയിട്ടുണ്ട്. അനു എങ്ങനെ ഉണ്ടായിരുന്നു? ഇവര് ഞാൻ വിചാരിച്ച അവിടെ സ്ലോ മോഷൻ ആയിട്ട് രണ്ടുപേരും അങ്ങനെ നിൽക്കുന്നു. ഇവരെല്ലാം മാനേജ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ലഗേജ് ഒക്കെ പുറത്ത് വെച്ചേക്കുന്നു. ആ ചെക്കന്മാരൊക്കെ ഹെൽപ്പ് ചെയ്തു. ട്രെയിനിൽ ടി ഒക്കെ വന്ന് ലഗേജ് പുറത്തെടുത്ത്
ടീച്ചറിക്കട്ടെ രണ്ടാള് കരകിത്തറയില്ല. ഇത്രയും ലഗേജ് വന്നു നോക്ക് ഗൈസ്. 8 പെട്ടിയല്ലേ, 8 പെട്ടി. 4 ബാഗ്, 2 വലിയ പെട്ടി. ആ പെട്ടി കല്ലുംകട്ട പോലെ. അപ്പൊ ഈ വീഡിയോ ഉണ്ട് എന്റെ അല്ലല്ല ബെൻസ് വരുന്നുണ്ട്. ബെൻസ് ബെൻസോ കോമഡി ആവും. ഇവിടെ വന്നിട്ടാ ക്യാൻസൽ ലഗേജ് കയറ്റൂലെന്നാണ് തോന്നണേ. നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ആര്? സോ ഗൈസ്, ഇതാണ് ശിങ്കുവിന്റെ ബെൻസ് ഗൈസ്. ഭയങ്കരമായ ബെൻസ്.